അസ്സാം വലൈക്കും വർഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ 10 വിശ്വാസികൾക്ക് പ്രതിഫലം നേടിയെടുക്കാനുള്ള, പാപമോചനത്തിനുള്ള, റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാനുള്ള ഏറ്റവും സുപ്രധാനമായ നാളുകളാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്വാനിക്കാൻ പരിശ്രമിക്കാൻ മുണ്ടുമുറുക്കിയുടുത്തു എന്ന ഹദീസിലെ പദപ്രയോഗം ഈ കാര്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ അവസാനത്തെ 10കളിൽ പൂർണ്ണമായും ഇഅ്തികാഫിലായിരുന്നു. ഒരു വർഷം അവിടത്തേക്ക് അത് സാധ്യമാകാതെ പോയപ്പോൾ ശവ്വാൽ മാസത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ദിവസം ഇഅ്തികാഫ് ഇരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇഅ്തികാഫിന്റെ മർമ്മം റബ്ബ് സുബ്ഹാനഹു വ തആലയുമായി ഒറ്റക്കാകുക എന്നതാണ്. ബാക്കി ദിവസങ്ങളിലെല്ലാം സൃഷ്ടികളുമായി മറ്റു വിഷയങ്ങളുമായി ഇടപഴകുന്ന സത്യവിശ്വാസികൾ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഒറ്റക്കായി റബ്ബുമായി സംസാരിക്കുന്നു, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, ഇബാദത്തുകളിൽ മുഴുകുന്നു എന്നതാണ് ഇഅ്തികാഫിന്റെ പ്രത്യേകത. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ബാബു തൗബയുടെ സമീപത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരുന്നതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ആ സ്ഥലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് കഴിയുന്ന ആളുകൾ, പൂർണ്ണമായും ഇഅ്തികാഫിരിക്കാൻ സാധ്യമല്ലാത്തവരുണ്ടെങ്കിൽ കഴിയുന്ന സമയത്ത് നിശ്ചിത സമയം നിശ്ചയിച്ച് അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇബാദത്തുകളിൽ മുഴുകുക എന്നതാണല്ലോ ഇഅ്തികാഫിന്റെ താല്പര്യം. രാത്രി മാത്രം കഴിയുന്നവർ മഗ്രിബോടുകൂടി പള്ളിയിൽ നിയ്യത്തോടുകൂടി പ്രവേശിച്ചുകൊണ്ട് ഫജ്ർ നമസ്കാരം വരെ ജോലിയും മറ്റു പ്രയാസങ്ങളും നിത്യജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളുമൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഒറ്റയിട്ട രാവുകൾ, ലൈലത്തുൽ ഖദർ എപ്പോൾ എന്ന ചോദ്യത്തിന് അവസാനത്തെ 10 എന്നതാണല്ലോ ഏക മറുപടി. എന്നാൽ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ ഒറ്റയിട്ട രാവുകൾ പ്രധാനമാണ്. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നാം പരമാവധി ശ്രമിക്കുക. അഹിയൽ ലൈൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയെ ജീവിപ്പിച്ചു. വഅയ്ഖൽ അഹ്ലഹു, വീട്ടുകാരെ വിളിച്ചുണർത്തി എന്ന് ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് ഈ ഒരു സുപ്രധാനമായ ഇബാദത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പരമാവധി സമയം പള്ളികളെ കേന്ദ്രമാക്കി, നമ്മുടെ കേന്ദ്രം പള്ളിയാവുക എന്നത് നമ്മൾ ഒരാഗ്രഹമാക്കി മാറ്റി അത് പ്രാവർത്തികമാക്കുക. വിശുദ്ധ ഖുർആനിന്റെ പാരായണം, ദിക്റുകൾ, ദുആകൾ, ഒറ്റയ്ക്കിരുന്ന് ധാരാളമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, നമസ്കാരം വർദ്ധിപ്പിക്കുക. വുളു ചെയ്യുമ്പോഴൊക്കെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നമുക്കുണ്ട്, ആവശ്യമുള്ളപ്പോഴൊക്കെ നമുക്ക് നമസ്കരിക്കാം. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമവിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ നമുക്ക് കാരണമായി തീരുന്ന പുസ്തകങ്ങൾ വായിക്കാം. ഇങ്ങനെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഈ ദിനരാത്രങ്ങളെ പരമാവധി ഉപയോഗപ്പെടുന്നതോടൊപ്പം നമ്മുടെ കുടുംബവും നമ്മോടൊപ്പം ഉണ്ട് എന്ന് നാം പ്രത്യേകം ഉറപ്പുവരുത്തണം. നമ്മുടെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കൂട്ടായ്മ ശക്തിപ്പെടുക എന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമാകണം. വിദേശ രാഷ്ട്രങ്ങളിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട കെടുതികൾ വരുമോ എന്ന് ഭയപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളുടെ, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നാം മറക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.